വന്ദേ മാതരം. മൈ ഡിയർ ഫോക്സ്, നമ്മുടെ ഷാങ്ഹായിൽ SCO, ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ മീറ്റിംഗ് കഴിഞ്ഞ ആഴ്ച നടന്നാണല്ലോ. നമ്മുടെ മോഡിജി അറ്റൻഡ് ചെയ്തു, 26 പേരും അറ്റൻഡ് ചെയ്തു, നിങ്ങൾക്കെല്ലാം അറിയാവുന്നതല്ലേ. പക്ഷേ അതിൻ്റെ അലയൊലികൾ, പിന്നെ മിലിറ്ററി പരേഡും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അലയൊലികൾ തീർന്നിട്ടില്ല. ചൈനയിലും മറ്റുള്ള ചില രാജ്യങ്ങളിലും, ജപ്പാനിൽ ഉണ്ട്, അത് സർക്കുലേറ്റ് ചെയ്യുമെന്ന് പറയുന്നു, എനിക്കറിഞ്ഞൂടാ. ചൈനയിൽ സർക്കുലേറ്റ് ചെയ്യുന്നതിനെ പറ്റി എനിക്കറിഞ്ഞൂടാ. പക്ഷേ അങ്ങനെ ഒരു സംഗതിയുണ്ട്, വീഡിയോ പ്രചരിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മോഡിജി ഇങ്ങനെ കൈ നീട്ടി ഏതൊക്കെ SCO മീറ്റിങ്ങിൽ പല പ്രാവശ്യം ഒരു തമ്മിൽ കണ്ടല്ലോ. അപ്പോൾ ഏത് മീറ്റിങ്ങിനെന്ന് ഏത് ദിവസമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെ നീട്ടിയ കൈ, ഇത് വീഡിയോ കണ്ട ആളാണ്. ഞാൻ അതിലോട്ട് സംസാരിച്ചു, ഇന്ത്യക്ക് പുറത്തുള്ള. അപ്പം ഇങ്ങനെ കൈ ഇങ്ങനെ നീട്ടി ചെന്നപ്പം ഷീ ഇങ്ങനെ കാണിച്ചു, അതായത് കൈ ഇങ്ങനെ കാണിച്ചു, അതായത് അങ്ങനെ അങ്ങോട്ടും പോകാൻ എന്നുള്ള ഇതിൽ. അപ്പോൾ കൈ അക്സെപ്റ്റ് ചെയ്തില്ല. എന്നിട്ട് മോഡിജിക്ക് കൈ ഇങ്ങനെ പിൻവലിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ആ വീഡിയോ. പക്ഷേ അതിൻ്റെ വെറാസിറ്റിയെ പറ്റി എനിക്കറിയാൻ പാടില്ല. പക്ഷേ ഇത് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. തീയില്ലാതെ പുകയുണ്ടാവില്ല. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ പാറ പോലെ ഉറച്ച് നിൽക്കുകയാണ്. വലിയ താല്പര്യമില്ലാത്ത രീതിയിൽ മോഡിജി അടുത്തൊന്നും സംസാരിക്കുന്നതായിട്ട് നമ്മൾ ഒരു വീഡിയോ ഒരിടത്തും കണ്ടില്ല. അങ്ങനെ നിൽക്കുകയാണ് ചെയ്തത്. ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചൈനയിൽ 3 സ്കൂളുണ്ടെന്നാണ് പറയുന്നത്. 3 സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു സ്കൂൾ പറയുന്നത് ഇന്ത്യ നമ്മുടെ ഇമ്മീഡിയറ്റ് നൈബറാണ്, ഇന്ത്യയുടെ മാർക്കറ്റ് വലിയ മാർക്കറ്റാണ്, ഇന്ത്യയും ചൈനയും തമ്മിൽ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. അത് 1950 തൊട്ടാണ് ഇത് വഷളായത്. കാരണമൊന്നുമില്ല, ഇന്ത്യയെ കാരണമൊന്നുമില്ലാതെ അകറ്റി നിർത്തുന്നു, ഇന്ത്യയെ അടുപ്പിക്കണം. ഇത് ഒരു സ്കൂൾ ഓഫ് തോട്ട്. രണ്ടാമത്തെ സ്കൂള് പറയുന്നത് ഇത് ഇന്ത്യയെ അടുപ്പിക്കേണ്ട കാര്യമില്ല, ഇന്ത്യയെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ചൈനയെ തീരെ ട്രസ്റ്റ് ഇല്ല, നമ്മുടെ പാസ്റ്റ് ഹിസ്റ്ററി അങ്ങനെയാണല്ലോ. അപ്പം ഇന്ത്യ ചാടി തിരിച്ച് അമേരിക്കയ്ക്ക് പോവും, അമേരിക്കയും ഇന്ത്യയും കൂടെ ഒന്നാവും. അപ്പം ഇവരെ വിശ്വസിക്കേണ്ട കാര്യമില്ല. മൂന്നാമത്തെ സ്കൂള് പറയുന്നത് നോക്കിയും കണ്ടുമൊക്കെ ചെയ്താൽ മതി, വി വിൽ വെയിറ്റ്. പെട്ടെന്ന് അങ്ങനെ ചാടിക്കയറി ഒരു തീരുമാനം എടുക്കണ്ട, എന്നാൽ അവരെ അകറ്റുകയും വേണ്ട, വി വിൽ വെയിറ്റ്. ഇങ്ങനെ 3 സ്കൂളുണ്ട്. ഇതിൽ രണ്ടാമത്തെ സ്കൂളിൽ പെട്ട ആളാണ് ഷീ. ഇന്ത്യയെ വിശ്വസിക്കാൻ കൊള്ളില്ല, ഇന്ത്യയായിട്ട് അടുക്കണ്ട, നമുക്ക് ഇന്ത്യ ശരിയാവില്ല. പക്ഷേ ഇപ്പോൾ ഷീക്കുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഇങ്ങനെയൊക്കെ ചെറിയ ചിരിയോടെയൊക്കെ കൈയൊക്കെ കൊടുത്തെങ്കിലും ഈ ഷീക്ക് നല്ലൊരു എതിരാളികളുണ്ട് ടോപ്പ് ലെവലിൽ. ഷീക്ക് വളരെ സുഖമില്ലാന്ന്, കിഡ്നിക്കോ പിന്നെ ലിവറിനോ എന്തോ അസുഖമാണെന്നൊക്കെ ഒരുപാട് തിയറി വിത്ത് എവിഡൻസ് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോഗ്രാഫ് വെച്ചിട്ട് മുഖമൊക്കെ ഇരുണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് ഷീയുടെ പടം ഇതുമെല്ലാം വെച്ച് ഞാനത് കണ്ടു, കമ്പയർ ചെയ്തപ്പോൾ ഇത് ഡാർക്കായിരിക്കുന്നു. അത് ലിവറിൻ്റെയും കിഡ്നി അസുഖത്തിൻ്റെയൊക്കെ ഇതാണ്. പിന്നെ അദ്ദേഹം വളരെ വീക്കാണ്. പിന്നെ മാത്രമല്ല, ഈ അവിടെ ഒരുപാട് മിലിറ്ററി ജനറൽസിനെ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ SCO മീറ്റിങ്ങിന് മിലിറ്ററി പരേഡിന് ആക്ച്വലി അവിടെ വരേണ്ടത് നോർത്തേൺ തിയേറ്റർ കമാൻഡിൻ്റെ ഹെഡാണ്. നോർത്താണോ ഈസ്റ്റാണോ എന്നുള്ള ഞാൻ കൺഫ്യൂഷനാണ്. നോർത്തോ ഈസ്റ്റോ, ഈസ്റ്റേൺ തിയേറ്റർ കമാൻഡിൻ്റെ ഹെഡാണ് വരേണ്ടത്. അദ്ദേഹത്തെ മാറ്റിക്കളഞ്ഞു. ഇതിന് നേതൃത്വം കൊടുക്കേണ്ട അദ്ദേഹമായിരുന്നു. പക്ഷെ അതിന് പകരം വേറൊരു എയർഫോഴ്സിൻ്റെ ചീഫോ മറ്റോ ആണ്.
നോട്ട് എക്സാക്ട്ലി ചീഫ്, എയർഫോഴ്സിലെ ഒരു സീനിയർ ഓഫീസറോ മറ്റോ ആണ് പരേഡ് നയിച്ചത്. അപ്പം അവിടെ ആകെ പ്രശ്നമാണ്. അപ്പം ഇങ്ങനെയൊക്കെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് പിന്നെ ചൈനയിലെ ഇന്ത്യൻ ലോബിയെ വെറുപ്പിക്കണ്ടെന്നൊക്കെ വെച്ചായിരിക്കും അദ്ദേഹം തന്നത്. പക്ഷെ എന്നാലും അദ്ദേഹം ഇങ്ങനെ ഒരു സർക്കുലർ തന്നെ സർക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ചൈനയ്ക്ക് അത് നിരോധിക്കാമല്ലോ. അത് നിരോധിച്ചിട്ടില്ല, അത് പ്രൊഹിബിറ്റ് ചെയ്യാമല്ലോ. അപ്പം അത് സർക്കുലർ വീഡിയോ അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല, അവരൊന്നും ചെയ്തിട്ടില്ല. അതങ്ങനെ പോട്ടെ എന്നുള്ള ഇതാണ്. അപ്പം ഇതാണ് ചൈനയുടെ സ്ഥിതി. നമുക്കും നമ്മുടെ ഇന്ത്യയിലെ സ്റ്റേറ്റ്സ്മെനും ചൈനയെ അങ്ങനെ വിശ്വസിക്കേണ്ട, നമുക്ക് കാത്തിരുന്ന് കാണാം. ചൈന നമ്മളോട് ചെയ്ത ഒരുപാട് ഈ റീസെൻ്റായിട്ട് ഏപ്രിലിലും മെയ്യിലും ഒക്കെ ചെയ്ത പോക്കത്തിനും എല്ലാം സഹിച്ചും നമ്മൾ മോഡിജി വളരെ നന്നായിട്ട് ഗുഡ് ഗസ്റ്ററിലാണ് അവിടെ ചെന്നത്. പക്ഷേ ഇറ്റ് വാസ് നോട്ട് ഈക്വലി റെസ്പോണ്ടഡ്. ഈക്വൽ മെഷറിൽ ഇന്ത്യ കാണിച്ച അതേ മെഷർമെൻറ്റിൽ റെസ്പോണ്ട് ചെയ്തില്ല ചൈനീസ്. സൺ സു എന്ന് പറയുന്ന ഒരു വലിയ മിലിറ്ററി ജനറൽ ഉണ്ടായി. നമ്മുടെ ഗൗതമ ബുദ്ധയുടെ കണ്ടംപററിയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അദ്ദേഹം ആർട്ട് ഓഫ് വാർ എന്ന് പറഞ്ഞ ഫേമസ് ബുക്ക് എഴുതിയിട്ടുണ്ട്. അതെല്ലാവരും ലോകത്തെല്ലായിടത്തും ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതിനകത്ത് പറയുന്നത് ഒരിക്കലും നമ്മുടെ എനിമിയെ ആയിട്ടങ്ങ് നമ്മൾ ഫ്രണ്ട്ലി ആവണ്ട, പക്ഷെ ഡിസെപ്റ്റീവ് ആയിരിക്കണം. നമ്മുടെ നീക്കങ്ങൾ എപ്പോഴും ഡിസെപ്റ്റീവ് ആയിരിക്കണം. സ്നേഹമാണ് എന്നാൽ സ്നേഹമാണ്, എന്നാൽ ഉപദ്രവിക്കുകയാണ് എന്നാൽ ഉപദ്രവിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ സൺസുവിൻ്റെ പ്രിൻസിപ്പിളിൽ ഊന്നി ആണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈവൻ 1950 തൊട്ട് ഇന്ത്യയോട് ഉള്ള നിലപാട് ഈ സൺസുവിൻ്റെ ഇതനുസരിച്ചാണ്, ബേസ് ചെയ്താണ്. അതായത് ചുരുക്കം പറഞ്ഞാൽ ട്രേഡ്, വി ക്യാൻ ഹാവ് ട്രേഡ് വിത്ത് ഇന്ത്യ, വി നീഡ് ട്രേഡ്, ബട്ട് war is also there. We will not trust you. We will do all the harm. We will do all the harm towards India. അതാണ് ഇപ്പോൾ ചുറ്റിന് നടന്നുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, നേപ്പാളിൽ എന്താണ് ഇന്നലെ ഞാൻ നടന്നത്? അതിൻ്റെ പിന്നിൽ ആരെന്നാണ് വിചാരിക്കുന്നത്? അപ്പോൾ ഇത് എനിക്കും നിങ്ങൾക്കും ഒക്കെ ഇപ്പോൾ അറിയാമെങ്കിൽ നമ്മളിവിടുത്തെ രാജ്യതന്ത്രജ്ഞർക്ക്, നമ്മുടെ ഡീപ്പ് സ്റ്റേറ്റിന് ഇതൊന്നും അറിഞ്ഞുകൂടാതെയാണോ ഇരിക്കുന്നത്? അവരാരും ടി വിയിൽ ഒന്നും പറയാറില്ല, അവർക്ക് ഇതുപോലത്തെ വീഡിയോ ചെയ്യാൻ പറ്റില്ല. നേപ്പാളിൽ കുറച്ച് നാളുകളായിട്ട് ഈ ശർമ്മ ഒലി എന്ന് പറയുന്ന ഒരു ഹിന്ദു, നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ, ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദു കിങ്ഡമാണ്, ദ ഓൺലി ഹിന്ദു കിങ്ഡം ഇൻ ദ വേൾഡ് നേപ്പാളാണ്. അപ്പോൾ ശർമ്മ ഒലി എന്ന് പറയുന്ന ഹിന്ദു പ്രൈം മിനിസ്റ്റർ ഇന്ത്യക്ക് ഇനി ചെയ്യാൻ ഉപദ്രവമൊന്നുമില്ല. അദ്ദേഹം ഷിയുടെ മടിയിലാണ്, സി ജിൻപിങ്ങിൻ്റെ മടിയിലാണ് എത്രയോ നാളുകളായി. നമ്മുടെ കാലാപാനി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഇന്ത്യ നേപ്പാൾ ബോർഡറിൽ. അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഇന്ത്യയായിട്ട് സംസാരിക്കുന്നതിന് പകരം ഷി ജിൻപിങ്ങുമായിട്ടാണ്. ഇപ്പോൾ ഈ SCO മീറ്റിങ്ങിന് അദ്ദേഹം അവിടെയാണ് പോയി പരാതി പറഞ്ഞത്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ആരെങ്കിലും ഡെലിഗേഷനെ അയക്കാം, വിദേശകാര്യമന്ത്രി അയക്കാം. നേപ്പാളിലുള്ള ജനങ്ങൾ ഇന്ത്യക്ക് അനുകൂലമാണ്, പക്ഷേ ഈ ഗവൺമെൻറ് നമുക്ക് അഗൻസ്റ്റാണ്. അതുകൊണ്ട് അയാൾ നേരെ പോയി, ഈ ശർമ്മ നേരെ പോയി ഷിയെടുത്താണ് പരാതി പറഞ്ഞത്, ഇത് ശരിയാക്കി തരണമെന്ന്. അത് പിന്നെ നമ്മൾ നേപ്പാളിനെ അവരെന്തോ ചെയ്തോട്ടെ, നമ്മളെ അവരൊരു കടന്നൽ മാത്രമേ ഉള്ളൂ. വാസ്പ് ഹോർനെറ്റ് ആണ് നേപ്പാൾ. നമ്മൾ വലുതായിട്ട് അവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ബംഗ്ലാദേശ് പോലൊരു സാധനമാണ് നേപ്പാൾ. അവിടുത്തെ ഗവൺമെൻറ്, ഞാൻ വിൽ നോട്ട് സേ അവിടുത്തെ പീപ്പിൾ. ഈ നേപ്പാളിൽ ഇത് എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചൈനീസ് ആപ്പ് മതി ഇനി
ഇനി ചൈനീസ് സോഷ്യൽ, ഇപ്പോൾ ചൈനയിലുള്ളവർക്ക് വാട്സപ്പും ഈ നമ്മുടെ യൂട്യൂബും അമേരിക്കയുടെയാണ്, പക്ഷേ നമ്മൾ ഇന്ത്യയിൽ വളരെ പോപ്പുലറാണ്. നമ്മളെല്ലാം പ്രോഗ്രാം ചെയ്യുന്ന യൂട്യൂബിലല്ലേ. അതൊന്നും ചൈനയിലില്ല. ഇപ്പം ചൈനയിൽ പോയിട്ടുള്ളവർക്കറിയാം, ഗൂഗിളൊന്നും അവിടെ ഇല്ല. എല്ലാം ചൈനീസ് ആപ്പാണ്. അതായത് എന്ത് ചെയ്താലും, നമ്മളെ ശ്വാസം വിട്ടാലും എടുത്താലും ചൈനീസ് ഗവൺമെൻറ് അറിയും. അതിനുള്ളതാണ് ചൈനീസ് ആപ്പോ അത് ഇതൊക്കെ. അപ്പോൾ ഓലി എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, നേപ്പാളിലെ ഓലി എന്ത് ചെയ്യുന്നു, ഇതെല്ലാം കൂടെ അങ്ങ് സസ്പെൻഡ് ചെയ്തു. ഇനി ആരും ഇവിടെ യൂട്യൂബ് കാണണ്ട, എല്ലാം ചൈനീസ് ആപ്പ് കണ്ടാൽ മതി എന്ന് വച്ചപ്പോഴാണ് അവിടുത്തെ ജനങ്ങളും അവിടുത്തെ യൂത്തും എല്ലാം കൂടെ ഇറങ്ങി കത്തിച്ചത്. അത് ചൈനയ്ക്ക് അഗൻസ്റ്റായിട്ടുള്ള, അവരൊക്കെ പറയും അത് ഇന്ത്യൻ, പിന്നെ ഓലിയും ചൈനക്കാരും MSN ചൈനയുടെ ചാരസംഘടന അവരൊക്കെ പറയും ഇതെല്ലാം ഇന്ത്യയാണ് ഇതിൻ്റെ പിറകിൽ, USA ആണ് എന്നൊക്കെ പറയും. പക്ഷേ അവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതെല്ലാം ഈ MSNൻ്റെ ഉപദേശപ്രകാരം നേപ്പാൾ ഗവൺമെൻറ് ചെയ്തതാണ്. പിന്നെ ഈ നമ്മൾ ഇപ്പം ഈ സ്നേഹമാണ്, ഇന്ത്യയായിട്ട് ട്രേഡ് വേണം എന്നൊക്കെ പറഞ്ഞ് ഈ ഷീ ജിൻപിങ് ഇങ്ങനെ നിൽക്കുമെങ്കിലും നമ്മുടെ ചുറ്റിനും അവർക്ക് ചെയ്യാവുന്ന ഉപദ്രവങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സൺസൂവിൻ്റെ ഇത് പ്രകാരം വി വിൽ ഫൈറ്റ് യു ആൻഡ് വി വിൽ ടോക്ക് പീസ് ടു യു, രണ്ടു സൈമിൾട്ടേനിയസ് ആയിട്ട്. ഇന്തോനേഷ്യയിലും ഇതേ വിഷയം സുബൈന്തോ എന്ന് പറയുന്ന ഇന്തോനേഷ്യൻ പ്രസിഡന്റ് നമ്മുടെ ഈ ജനുവരി 26 നമ്മുടെ ഇന്ത്യയിൽ വന്ന് ഒരു പ്രസംഗമൊക്കെ നടത്തിയല്ലോ. ഞങ്ങളെല്ലാം ഹിന്ദു പാരമ്പര്യം ഉള്ള മുസ്ലിങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് സ്പീച്ചുണ്ട്. വേറൊരു സംഗതി നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും, പക്ഷെ ചിലർക്കെങ്കിലും ഇത് അറിഞ്ഞുകൂടാ. നമ്മുടെ ഏറ്റവും വലിയ ക്ലോസസ്റ്റ് ചങ്കാണെന്നൊക്കെ പറയില്ലേ, നൈബർ ആരാ? ഇന്തോനേഷ്യയാണ്. ഇന്തോനേഷ്യയും ഇന്ത്യയും തമ്മിൽ ഒരു പ്രശ്നം ഒരു 10-50 വർഷമായിട്ടില്ല. പിന്നെ ഇന്തോനേഷ്യയിൽ പോയിട്ടുള്ളവർക്കറിയാം, ബാലിയിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ടുള്ളവർക്കറിയാം. അവർ പറയും ഞങ്ങൾ മുസ്ലിങ്ങളാണ്, പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ പേര് ഹിന്ദു പേരാണ് ആദ്യം. അത് കാര്യം ഞങ്ങളെല്ലാം നേരത്തെ ഹിന്ദുക്കളായിരുന്നു. വി ലൈക്ക് ഇന്ത്യ, വി ലൈക്ക് ഇന്ത്യൻ കൾച്ചർ എന്നൊക്കെ അവർ അഭിമാനത്തോടെ പറയും. ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഇന്തോനേഷ്യൻസിൻ്റെ അടുത്ത്. ബാലി എന്ന് പറയുന്നത് കംപ്ലീറ്റ് നോൺ മുസ്ലിം സ്റ്റേറ്റാണ്. അത് വെസ്റ്റേൺ ഓസ്ട്രേലിയൻസാണ് അവിടെ ഏറ്റവും കൂടുതൽ വന്ന് ക്യാമ്പ് ചെയ്യുന്നത്. നല്ല സുന്ദരമായ നമ്മുടെ കേരളം, വൃത്തിയുള്ള കേരളം എന്ന് ഞാൻ പറയും. അത് ഇന്തോനേഷ്യ നന്നായിട്ടത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്തോനേഷ്യ നമ്മുടെ ഓഷ്യാനിക് നെയ്ബറാണ്, നമ്മുടെ ഓഷൻ്റെ അപ്പുറത്താണ്. നിക്കോബാർ ഐലൻഡിൻ്റെ അവിടുന്ന് കഷ്ടിച്ച് 10-80 കിലോമീറ്റർ മറ്റേ ഉള്ളൂ, വെരി ക്ലോസ്. മലാക്ക സ്ട്രൈറ്റ്, ചൈനയെ പൂട്ടാനുള്ള മലാക്ക സ്ട്രൈറ്റ് ഈ നമ്മൾ ഇന്ത്യയും മലേഷ്യയും സിംഗപ്പൂരും ഇന്തോനേഷ്യയും കൂടെയാണ് തീരുമാനിക്കുന്നത്. അവർ തമ്മിൽ ഉടനെ ഒരു മീറ്റിംഗ് ഉണ്ട്. ഈ 2024 മറ്റൊരു മീറ്റിംഗ് കഴിഞ്ഞു. അപ്പോൾ ഇവർ യോജിച്ച് കഴിഞ്ഞാൽ പിന്നെ ചൈന അതുവഴി എങ്ങനെ ഷിപ്പിൽ സാധനങ്ങൾ കൊണ്ടുപോകുമോ അതിൻ്റെ ഓയിൽ തിരിച്ചുകൊണ്ടുവരും. അപ്പോൾ ഇതെല്ലാം ചൈനയുടെ മനസ്സിലുണ്ട്. നമ്മളിപ്പോൾ ചൈനയെ പൂട്ടാനൊന്നും അല്ല, പക്ഷേ ഇന്ത്യ ഈ രാജ്യങ്ങളുമായിട്ട് അല്ല, ഇന്ത്യക്ക് ഒറ്റയ്ക്ക് തന്നെ ചൈനീസ് ഷിപ്പിനെ ബ്ലോക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പക്ഷേ ഈ രാജ്യങ്ങളുമായിട്ട് സ്നേഹത്തിൽ പോകുന്നത് ചൈനയ്ക്ക് ഇഷ്ടമല്ല. ഇപ്പോൾ സിംഗപ്പൂർ പ്രൈം മിനിസ്റ്റർ ഇന്ത്യയിൽ ഏറ്റവും അധികം FDI ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്ന രാഷ്ട്രം കുഞ്ഞ് സിംഗപ്പൂരാണ്. നമ്മുടെ പാറശാല തൊട്ട് വെഞ്ഞാറമൂട് വരെയുള്ള ദൂരമേ സിംഗപ്പൂരുള്ളൂ റഫ്ലി. അത്രയ്ക്ക് ചെറിയ ഇതാണ്. പക്ഷേ ഏറ്റവും അധികം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നത് സിംഗപ്പൂരാണ്. നമ്പർ 2 മൗറീഷ്യസാണ്. അപ്പം നമ്മൾ ഈ രാഷ്ട്രങ്ങളുമായിട്ടൊക്കെ അടുപ്പമാണ്. അപ്പോൾ അതിൽ ഇന്തോനേഷ്യ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം റിപ്പബ്ലിക്കാണ്. അവരുടെ ആച്ചെ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഒഴിച്ച് അവിടെ ഇതാണ് ശരീഅത്ത് നിയമം ഒക്കെ മാത്രം അവിടെയുള്ളൂ. ബാക്കിയുള്ള ഇന്തോനേഷ്യൻ സ്റ്റേറ്റിലൊന്നും ശരീഅത്ത് നിയമമൊന്നുമില്ല. അവർ കുറച്ച് വളരെ സെക്കുലറാണ് ഇന്തോനേഷ്യയിൽ. ഇന്തോനേഷ്യയിലെ ഒരു വേറെ പ്രശ്നമല്ല. അവിടെ ബുദ്ധിസ്റ്റുകളുണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, ഹിന്ദുസ് ഉണ്ട്. നമ്പർ 2 പോപ്പുലേഷൻ.
അപ്പോൾ നമ്മൾ ഇന്തോനേഷ്യയായിട്ട് വളരെ ക്ലോസാണ്. അപ്പോൾ ഇത് കുറേ നാളുകളായിട്ട് ചൈന പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്തോനേഷ്യയിൽ നമ്മളെ തെറ്റിക്കാനായിട്ട്. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ SCO മീറ്റിംഗ് ഷാങ്ഹായിൽ നടന്നപ്പം ഇന്തോനേഷ്യൻ പ്രസിഡൻറ്റ് സൊബെന്തോ പങ്കെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുബേന്തോ ഇന്ത്യക്ക് അനുകൂലമാണല്ലോ. അപ്പം പിന്നെ ഇയാൾ ജനുവരിയിൽ ഇവിടെ വന്ന് ഇതൊക്കെ പറഞ്ഞല്ലോ, ഇന്ത്യയെ പൊക്കി പറഞ്ഞല്ലോ. അപ്പോഴേ ചൈന പറഞ്ഞു നിനക്ക് വെച്ചിട്ടുണ്ടെന്ന്. അന്ന് തൊട്ട് പണിയാണ് MSNഉം ചൈനീസ് ചാരസംഘടനയായ MSNഉം ISIയും കൂടെ ജോയിൻ്റായിട്ടാണ് ഈ ഇന്തോനേഷ്യയിൽ ആഭ്യന്തരമന്ത്രിയുടെ വീട് കത്തിക്കുകയും ഒരുപാട് വിഷയങ്ങളുണ്ടാക്കി. പക്ഷെ അത് സുബൈന്തോ അവിടെ നിന്ന് അത് റെഡിയാക്കിയെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പക്ഷേ അതൊരു വലിയൊരു ടർബുലൻസ് ആയിരുന്നു. ഇയാൾ രാജിവെച്ച് ഓടും. അങ്ങനെയാണെങ്കിൽ ചൈനയുടെ വേണ്ടപ്പെട്ട ആളുകൾ അവിടെ വരും. അപ്പം നമുക്ക് ഇന്ത്യക്ക് ഭാര്യയാവും. പിന്നെ ബംഗ്ലാദേശിൽ MSNഉം ഇയാളും കൂടെ ചേർന്നാണ്, MSN ISIയും കൂടെ ചേർന്നാണ് അവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിയെ സപ്പോർട്ട് ചെയ്ത് മര്യാദയ്ക്ക് ഭരിച്ചുകൊണ്ടിരുന്ന ഷെയ്ഖ് ഹസീനെ ഓടിച്ചതെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പം നമ്മളിവിടെ സമാധാനം പറയുകയും പഴയ പരിപാടി തന്നെ നമ്മളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയും ഇപ്പോൾ ലേറ്റസ്റ്റ് ഇന്തോനേഷ്യയിലെ സംഭവം, നമ്മുടെ സുഹൃത്തായ ഇന്തോനേഷ്യയിലെ സംഭവം, പിന്നെ നമുക്ക് ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഹോർണറ്റ് ആണെങ്കിലും ഭയങ്കര സെൻസിറ്റീവാണ്. നമ്മുടെ ബീഹാർ പോളിപ്പം നടക്കാൻ 100 ഡിസ്ട്രിക്റ്റോളം ബീഹാർ നേപ്പാളും തമ്മിൽ അങ്ങോട്ട് ക്രോസ് ചെയ്യും. പിന്നെ നീ എവിടെ പോയിരുന്നു? അത് ഞാൻ നേപ്പാളിൽ ചായ കുടിക്കാൻ പോയിരുന്നു പറയുന്ന എത്രയോ ആളുകൾ ഗ്രാമീണർ ഈ വില്ലേജിലുണ്ട്. അങ്ങനെ ക്ലോസ് ആയിട്ടാണ്. അപ്പോൾ അവിടുന്ന് എന്തൊക്കെയോ അവിടെ പരിപാടികൾ ഈ പിന്നെ MSNനും ISIക്കും ഭയങ്കര സ്ട്രെങ്ത്താണ് ഈ നേപ്പാളിൽ. പണ്ടേ അത് അങ്ങനെയാണത്. ഈവൻ ഇന്ത്യക്ക് അനുകൂലമായ ഒരു രാജാവിൻ്റെ ഭരണം ഉണ്ടായിരുന്നപ്പോൾ പോലും ഈ ISI MSNനും വളരെ സ്ട്രോങ് ആണ് നേപ്പാളിൽ. അപ്പം നേപ്പാൾ ഡിസ്റ്റർബ്ഡാണ്, ഇന്ത്യക്ക് തലവേദനയാണ്. പിന്നെ ബർമയിൽ ചൈന പണിയുന്നുണ്ട്. പക്ഷേ ബർമയിൽ നമ്മൾ പിടിച്ചു നിൽക്കുന്നുണ്ട്, നമുക്കവിടെ സ്ട്രോങ് ഹോൾഡുണ്ട്. പക്ഷേ അവർ മാക്സിമം പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നേപ്പാളിൽ. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പോയി ട്രേഡിൻ്റെ കാര്യമൊക്കെ ചൈന പറഞ്ഞതാണ്, നമുക്ക് ട്രേഡിനെ പറ്റി സംസാരിക്കാം, ബൗണ്ടറി ഡിസ്പ്യൂട്ട് വേണ്ടാന്ന്. എന്നിട്ടാണ് ഈ പരിപാടികൾ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഇത് നേപ്പാൾ കൊതുകോ ഹോർണറ്റോ എന്താണെങ്കിലും നമ്മുടെ കാലിൽ ഒരു ചെറുവിരലിന് എന്തെങ്കിലും പറ്റിയാൽ നമുക്ക് എന്തുമാത്രം അസ്വസ്ഥത ഉണ്ടാക്കും. അപ്പോൾ ഇതെല്ലാം ചൈനയും പാകിസ്ഥാനും, ചൈനയ്ക്കാണെങ്കിൽ ഇത് പിന്മാറാമായിരുന്നു. അറ്റ്ലീസ്റ്റ് SCO മീറ്റിംഗ് കഴിഞ്ഞെങ്കിലും മോഡിജി അവിടെ വന്ന് കൈയൊക്കെ പിടിച്ച് കുലുക്കിയതല്ലേ. ഒരു പ്രാവശ്യം കൈ തട്ടിയെങ്കിലും ബാക്കി പ്രാവശ്യമൊക്കെ കൈ പിടിച്ച് കുലുക്കുകയും ഒക്കെ ചെയ്തതല്ലേ. അയാൾക്ക് ചെയ്യാമായിരുന്നു, പക്ഷേ അയാൾ ചെയ്തില്ല. പിന്നെ വേറൊരു വലിയൊരു സംഗതി, ഈ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു, ഈ നമ്മുടെ മോഡിജിയും നമ്മുടെ ഇവിടുത്തെ ഡീപ് സ്റ്റേറ്റും ചെയ്ത ഒരു എക്സലൻറ്റ് സബ്ലൈം വർക്കായിരുന്നു ആ പരേഡിന് അറ്റൻഡ് ചെയ്യാതെ ഇങ്ങ് വന്നത്. അത് പരേഡ് മിലിറ്ററി പരേഡ് അറ്റൻഡ് ചെയ്യുന്നെങ്കിൽ ഭയങ്കര പ്രശ്നമായിരുന്നു ഇന്ത്യക്ക്. ഒരു നൈസായിട്ടൊരു പണി നമുക്ക് തന്നതാണ്. പക്ഷെ നമ്മളത് കറക്റ്റ് മനസ്സിലാക്കി നമ്മളെ ചാടി ഇങ്ങി വന്നു. അപ്പോൾ ഇവർ ഈ എന്ത് കാര്യത്തിനാണ് ഈ പരേഡ് പറയുന്നത്? ഇപ്പം നമ്മളെ മാധ്യമങ്ങൾ പലതിലും അത് കണ്ടില്ല. എന്താണ് ഇവർ ഈ പരേഡ് നടത്തുന്നത്? എന്തിൻ്റെ വാർഷികമാണ്? നിങ്ങൾ അത് ചിലർക്ക് അറിയാമായിരിക്കും, പക്ഷെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അത് എന്താണ്? ഈ നമ്മൾ കാർഗിൽ വാർ അല്ലെങ്കിൽ 1971 വാർ ഇതൊക്കെ നമ്മൾ ആഘോഷിക്കും. ബിക്കോസ് വി വോൺ. സെക്കൻഡ് വേൾഡ് വാർ ഹിറ്റ്ലറെ തോപ്പിച്ചു എന്ന് പറഞ്ഞ് അലൈഡ് ഫോഴ്സസ് സെലിബ്രേറ്റ് ചെയ്യും. അത് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഈ ചൈന എന്തിനാണ് ഈ പരേഡ്? അതിൻ്റെ ആഘോഷമാണ്. അതിന് ചൈനീസ് ജനറൽ 1945 ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു, കൊമിന്താങ് ചിയാങ് കൈ ഷേക്കാണ് അവിടെ യുദ്ധം ചെയ്തത്. കമ്മ്യൂണിസ്റ്റുകാരല്ല. CCP വരുന്നത് 1950-ലാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരുണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാർ ആ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. പക്ഷെ കൂടുതലും ഏകദേശം 1.5 ലക്ഷത്തോളം സോൾജേഴ്സ് നഷ്ടപ്പെട്ടതിൽ പകുതി കൂടുതൽ കൊമിന്താങ് കക്ഷികളായിരുന്നു. ചിയാങ് കൈ ഷേക്കിൻ്റെ സോൾജേഴ്സ് ആയിരുന്നു, കമ്മ്യൂണിസ്റ്റുകാരല്ല.
അവർക്കല്ല നഷ്ടമുണ്ടായത്. അപ്പോൾ പിന്നെ വേറൊരു സംഗതി, ഈ 1945 നഗസാക്കിയിലും ഹിരോഷിമയിലും ആറ്റം ബോംബ് പ്രയോഗിക്കുമ്പോൾ ജപ്പാൻ സറണ്ടർ ചെയ്തിട്ടില്ല. ചൈനയുടെ 1/3 ജപ്പാൻ്റെ കയ്യിലാണ് അപ്പോഴും. നാൻജിങ്, ഷാങ്ഹായ്, ബെയ്ജിങ്, ഗോൺഷു, ഇതൊക്കെ മേജർ ടൗൺസ് ആണ്, അത് ജപ്പാൻ്റെ കയ്യിലാണ്. ഒരു ചൈനീസ് ജനറലും പോയി ജാപ്പാനീസ് ജനറലിനെ അടിച്ചോടിച്ചില്ല. ഞാൻ കണ്ടില്ല, ഞാൻ വായിച്ചിട്ടുമില്ല അങ്ങനെ ഒരു ഹിസ്റ്ററി. അത് ആക്ച്വലി 3 തിയേറ്ററാണ് ഉണ്ടായിരുന്നത് സെക്കൻഡ് വേൾഡ് വാറിൽ. യൂറോപ്യൻ തിയേറ്റർ അറിയാമല്ലോ നിങ്ങൾക്ക്, മറ്റേ നോർമൻഡി തീരത്ത് ഉള്ള ലാൻഡിങ് ഒക്കെ. യൂറോപ്യൻ തിയേറ്റർ, റഷ്യൻ തിയേറ്റർ, ബർമ തിയേറ്റർ. അങ്ങനെയാണെങ്കിൽ നമ്മളാണ് ഇത് ആഘോഷിക്കേണ്ടത്. ബർമ തിയേറ്ററിൽ ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, അലൈഡ് ഫോഴ്സസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് റാഞ്ചിയായിരുന്നു. പിന്നെ അത് കൊഹിമയ്ക്കും ഇംഫാലിലേക്കൊക്കെ മാറ്റി. ഇന്ത്യയായിരുന്നു ഹെഡ് ക്വാർട്ടേഴ്സ്, മിലിറ്ററി ഹെഡ് ക്വാർട്ടേഴ്സ്. കമാൻഡർ സ്ലിം, പിന്നെ മൗണ്ട് ബാറ്റൺ വന്നു, അത് കഴിഞ്ഞ് സ്ലിം എന്ന് പറഞ്ഞ ഒരാൾ വന്നു. പിന്നെ അദ്ദേഹം ലാസ്റ്റിൽ കാൻഡിയിലാണ്, ശ്രീലങ്കയിലെ കാൻഡിയിലാണ് പോയി ഹെഡ് ക്വാർട്ടേഴ്സ് ആക്കിയത്. അപ്പോൾ അത് ഇന്ത്യയാണ്, ഇന്ത്യ ബേസ് ചെയ്താണ്. നമ്മുടെ ആളുകൾ ഏകദേശം 100,000 സോൾജേഴ്സ് കൊല്ലപ്പെട്ടു. പക്ഷേ നമ്മൾ അതിനെപ്പറ്റി ഒന്നും കൊണ്ടാടാനൊന്നും പോയില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ അലൈഡ് ഫോഴ്സസിൽ ഉണ്ടായിരുന്നേ ഉള്ളൂ. അതുപോലെ ചൈന അലൈഡ് ഫോഴ്സസിൽ ഉണ്ടായിരുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ജപ്പാൻ 1/3 ജപ്പാൻ ചൈനയുടെ കയ്യിൽ വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ റഷ്യൻ ഫോഴ്സസ്, റഷ്യ അലൈഡ് ഫോഴ്സസിലുണ്ട്, പക്ഷേ റഷ്യ ജപ്പാനെ തോപ്പിച്ച്, റഷ്യയാണ് ഈ പ്യൂട്ടിൻ അവിടെ പോയതിൽ നമുക്ക് കാര്യമുണ്ടെന്നറിയാം. അതിൻ്റെ പിന്നിൽ സത്യമുണ്ട്. അതിതാണ്, അതായത് റഷ്യൻ ഫോഴ്സസ് 1.5 മില്യൺ റഷ്യൻ ആർമി ജപ്പാനിൽ മഞ്ചൂരിയ കീഴടക്കി. മഞ്ചൂരിയ ഭയങ്കര ഫെർട്ടൈലാണ്. മഞ്ചൂരിയ കീഴടക്കി. ഇപ്പോഴും മഞ്ചൂരിയയുടെ നല്ലൊരു ഭാഗം റഷ്യയുടെ കയ്യിലാണ്. അപ്പോൾ ചൈനീസ് പ്രദേശങ്ങളൊക്കെ കീഴടക്കി ഹൊക്കൈഡോയിലോട്ട്, ജാപ്പാനീസ് ദ്വീപായ ഹൊക്കൈഡോയിലോട്ട് ലാൻഡ് ചെയ്യാൻ ട്രൂമാന്, അപ്പം അലൈഡ് ഫോഴ്സ് അല്ലേ, അപ്പോൾ എല്ലാം ഫ്രണ്ട്സ് അല്ലേ. അമേരിക്കയും റഷ്യയും അന്നേ കോൾഡ് വാർ ഉണ്ടെങ്കിലും സ്റ്റാലിൻ ട്രൂമാനെ, അമേരിക്കൻ പ്രസിഡന്റ് ട്രൂമാനെ വിളിച്ച് പെർമിഷൻ ചോദിച്ച് ഞങ്ങൾ ഹൊക്കൈഡോയിൽ ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. ട്രൂമാന് കാര്യം മനസ്സിലായി. ഹൊക്കൈഡോയിൽ റഷ്യ ലാൻഡ് ചെയ്ത പിന്നെ ഇന്ന് ഹിസ്റ്ററി വേറെയാണ്. പിന്നെ ഓക്കിനാവ ഐലൻഡ് അമേരിക്ക കീഴടക്കി അത് മൊത്തം പിടിച്ചു വെച്ചിരിക്കുകയാണല്ലോ അവരുടെ ബേസായിട്ട്, അത് കിട്ടൂല. അങ്ങനെ ട്രൂമാൻ പെർമിഷൻ കൊടുത്തില്ല. മാത്രമല്ല, പെർമിഷൻ കൊടുക്കാതെ അടുത്ത അന്തമിട്ട് ഭയങ്കര സ്പീഡിൽ കൊണ്ട് മറ്റേ ഹിരോഷിമയിൽ ബോംബിട്ടു. അതോടെയാണ് പിന്നെ അതിൻ്റെ കൂടെ നാഗസാക്കിയില്ല. അല്ല, ജാപ്പാനീസിനോടുള്ള വിരോധം പേൾ ഹാർബറും ഒന്നും അല്ല. മെയിൻ സംഗതി ഇതാണ്. റഷ്യ അവിടെ ഹൊക്കൈഡോയിൽ ലാൻഡ് ചെയ്യുമെന്ന് പേടിച്ച് റഷ്യക്കാരെ പേടിപ്പിക്കാനാണ് ട്രൂമാൻ ബോംബിട്ടത് ഹിരോഷിമയിൽ. അപ്പോൾ ഈ ചൈന ഇതിലൊന്നും ഒരിടത്തും വരുന്നില്ല. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്ത് കാര്യം പറഞ്ഞിട്ടാണ് ഏത് ചൈനീസ് ജനറൽ ഏത് ജാപ്പാനീസ് ജനറലിനെ ആക്സസ് ഫോഴ്സിലെ ജാപ്പാനീസ് ഫോഴ്സിനെ തോപ്പിച്ചിട്ടാണ് ഇവരിത് കൊണ്ടാടുന്നത്, ഈ സെലിബ്രേറ്റ് ചെയ്യുന്നത്? അപ്പോൾ ഇറ്റ് ഈസ് എ ഫാർസ്, പ്രഹസനമാണ്. ആക്ച്വലി ഇത് പരേഡ് നടത്തിയത് 2-3 പർപ്പസുണ്ട്. മെയിൻ പർപ്പസ്, ഈ അവിടെ ഒരുപാട് ഡിസിഡൻസ് ഉണ്ട് ചൈനീസ്, ഈ ഷീ ജിൻപിങ്ങിന്, ഈവൻ CCPക്കകത്ത് പോലും. അപ്പോൾ പബ്ലിക് എങ്ങനെയൊക്കെ ഇത് മണത്തറിഞ്ഞു. സോഷ്യൽ മീഡിയയിലും ന്യൂസിലും ഒന്നും ഇല്ലെങ്കിലും അത് വേറെ വഴികളുണ്ടല്ലോ, അവരെങ്ങനെയൊക്കെ മണത്തറിഞ്ഞ് അങ്ങ് സ്പ്രെഡായി. ചൈന മൊത്തത്തിൽ വീക്കാണ്, ഷീ ജിൻപിങ് ചെയ്യുന്നതൊന്നും ശരിയല്ല, മിലിറ്ററി ജനറൽസിനെ സാക്ക് ചെയ്യുന്നു, 20-25 മിലിറ്ററി ജനറൽസിനെ കാണാനില്ല. അപ്പം അവരുടെ ഒരു വിശ്വാസം പിന്നെ അവരുടെ ഈ ഇതുണ്ടല്ലോ, ഈ റിയൽ എസ്റ്റേറ്റ്, ലക്ഷക്കണക്കിന് ഫ്ലാറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്, ഒരു ഗോസ്റ്റ് സിറ്റിയിലെ പോലെ. അപ്പോൾ അങ്ങനെ വലിയ പ്രശ്നങ്ങൾ അവിടെ നടക്കണം. ഇതൊന്നും പുറത്തു വരുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ചൈനീസ് പബ്ലിക്കിനെ കയ്യിലെടുക്കാൻ വേണ്ടി ഒരു പരേഡ് നടത്തിയതാണ്. മാത്രമല്ല, അതിൻ്റെ കൂടെ ഫിലിപ്പീൻസ്, ഇന്ത്യ, ജപ്പാൻ, USA, പിന്നെ റഷ്യയ്ക്കും വേണമെങ്കിൽ ഇരിക്കട്ടെ.
പുടിൻ അവിടെ വന്നു പോയി, അതൊക്കെ വേറെ കാര്യം. പക്ഷേ ഞാൻ പല പ്രാവശ്യം എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, ചൈനയ്ക്ക് എപ്പോഴും ഒരു സ്ട്രാറ്റജിക് താല്പര്യം റഷ്യയായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മഞ്ചൂറിയയുടെ കുറേ ഭാഗം ഇപ്പോഴും റഷ്യയുടെ കയ്യിലാണ്. ആ സൈബീരിയൊക്കെ അവർക്ക് വേണം. അപ്പോൾ ഇതെല്ലാവർക്കും ഉള്ളൊരു മെസ്സേജാണ്, ഈ ഇത്രയും ഞാൻ പറഞ്ഞ രാജ്യങ്ങൾക്കുള്ളൊരു മെസ്സേജാണ് ഇത്. പക്ഷേ ഷീ ജിൻപിങ് അറ്റ കൈയായിട്ട് ചെയ്തതാണ്, വേറെ അങ്ങർക്ക് നിവൃത്തിയില്ല. ഒരു കോൺഫിഡൻസ് ബിൽഡിംഗ് മെഷറായിട്ട് അദ്ദേഹം ചെയ്തതാണ്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏകദേശം 12 ബാറ്റിൽസ് 1950 ശേഷം ഇന്ത്യയായിട്ട് 6 ബാറ്റിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 6 ബാറ്റിലുണ്ട്. എല്ലാവർക്കും 1962 ഗാൽവാനും മാത്രമേ അറിയൂ, അല്ലാതെ എല്ലാം കൂടെ ഒരു 6 ബാറ്റിൽ ചെറിയ സ്കർമിഷസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ എല്ലാം കൂടെ ഒരു 12 ബാറ്റിൽ ചൈന യുദ്ധം ചെയ്തിട്ടുണ്ട് 1950 ശേഷം. അതിൽ ഒരു വാറ് 2 വാറേ ജയിച്ചിട്ടുള്ളൂ. ഒന്ന് 1962, അത് ഇന്ത്യയുടെ ബാക്കിൽ നിന്ന് പതുങ്ങി വന്ന് മണ്ടയിൽ അടി അടിച്ചു. ഇന്ത്യ മുംബൈയിൽ നിന്നല്ല, മുംബൈയിൽ നിന്നായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇന്ത്യ അത് ജയിച്ചേനെ. ബാക്കിൽ നിന്ന് വന്ന് ഒരടി തലയിലടിക്കുകയും, പിന്നെ അന്നത്തെ നമ്മുടെ ഇവിടുത്തെ ഭരണാധികാരികൾ പ്രിപ്പയർഡ് അല്ലായിരുന്നു, വാർണിങ്സ് കേട്ടില്ല. അപ്പോൾ അതിൽ അവർ ജയിച്ചു 1962. നമ്മുടെ അക്സായ് ചിൻ പിടിച്ചോണ്ടുപോയി, ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല. അപ്പോൾ അത് വലിയൊരു ഹ്യൂജ് സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹ്യൂജ് പ്ലേസാണ് ഈ അക്സായ് ചിൻ. പിന്നെ അവർ ജയിച്ചത് പാവപ്പെട്ട സന്യാസിമാരുണ്ടല്ലോ, ബുദ്ധ സന്യാസിമാർ 1950 സാധുക്കൾ, അവരെ ഓടിച്ചിട്ട് വെടിവെച്ച് വന്നു. എന്നിട്ട് ടിബറ്റ് പിടിച്ചെടുത്തു. ഈ 2 വാർ മാത്രമേ ഞാൻ പഠിച്ച ഹിസ്റ്ററിയിൽ ചൈന ജയിച്ചിട്ടുള്ളൂ. വേറെ ബാക്കി 10 വാറും ചൈന തോക്കുകയാണ് ചെയ്തത്. ലേറ്റസ്റ്റ് 1979 പ്രധാനപ്പെട്ട വാറാണ് മറ്റേ വിയറ്റ്നാമുമായിട്ടുള്ള വാർ. അതിൽ ചൈനയ്ക്ക് പുറത്തു പറയാൻ പറ്റാത്ത നാശനഷ്ടങ്ങളുണ്ടായത്. 300 ടാങ്ക് അവരുടെ പോയി, 30 ടാങ്കാണ് വിയറ്റ്നാമിന് പോയത്. അതുപോലെ സോൾജേഴ്സ് ഓൾമോസ്റ്റ് ഈക്വൽ നാശമാണ് ഉണ്ടായത്. ആക്ച്വലി അത് പറയുന്നത് ദാറ്റ് വാർ വിത്ത് വിയറ്റ്നാം, മറ്റേ നമ്മുടെ കംബോഡിയയിൽ ചൈനീസ് ഭരണത്തെ മറ്റേ ഇയാളെ പോൾപോട്ട്, അയാൾ ഭയങ്കര ഹിറ്റ്ലറേക്കാളും ഹിറ്റ്ലർ എത്ര ഭേദമായിരുന്നു, ഭയങ്കര നരനായിട്ട് നടത്തിയ ആ പോൾപോട്ടിനെ വിയറ്റ്നാം ഗവൺമെൻറ് ഓടിച്ചു. വിയറ്റ്നാമിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ആ പോൾപോട്ടിനെ ഓടിച്ചു. പോൾപോട്ടിനെ സപ്പോർട്ട് ചെയ്തിരുന്നത് ചൈനയാണ്. അപ്പോൾ ചൈനയായിട്ട് വാറായി. അതിൽ ചൈന തോറ്റു. ആക്ച്വലി പറഞ്ഞാൽ വിയറ്റ്നാം ജയിച്ചു. കാര്യം എന്ന് പറഞ്ഞാൽ ആ കംബോഡിയയിൽ വിയറ്റ്നാമിൻ്റെ ഭരണാധികാരി പുതിയ ഭരണാധികാരി വന്നു, ചൈനയുടെ ഭരണാധികാരി ഓടിച്ചു. അപ്പം അതിനകത്ത് വേൾഡ് മീഡിയ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ചൈന എൻഡഡ് വിത്ത് എ ബ്ലഡി നോസ് അഗൻസ്റ്റ് വിയറ്റ്നാം എന്നാണ് ഇപ്പോഴും. അതാണ് ക്യാപ്ഷൻ. പിന്നെ അവസാനം നമ്മുടെ ഇവിടെ വന്ന് ഗാൽവാനിൽ 40 സോൾജേഴ്സ് ഓർ മോർ അവരുടെ കൊല്ലപ്പെട്ടു. പിന്നെ അവർ പറയണേ ഒരാളുടെ കാലിൻ്റെ മുട്ട ചിരട്ട ഇളകിപ്പോയി, വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഡെമോക്രാറ്റിക് കൺട്രി ആയതുകൊണ്ട് നമുക്കത് ഒളിച്ചു വയ്ക്കാൻ പറ്റില്ല. നമ്മുടെ 20 സോൾജേഴ്സ് രക്തസാക്ഷികളായി. പക്ഷേ ചൈന തോറ്റുപോയി. പിന്നെ നമുക്ക് ഡെമോക്രാറ്റിക് സെറ്റപ്പ് ആയതുകൊണ്ട് ഒളിച്ചു വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചുരുക്കത്തിൽ ചൈന എല്ലാ വാറും തോറ്റു. 12 വാറിൽ ഇന്ത്യയിലൂടെ 6 വാറ് നടത്തി, അതിൽ 1 മാത്രമേ ജയിച്ചുള്ളൂ. അപ്പം പിന്നെ ഈ വെപ്പൺസ് എവിടെയാണ് ബാറ്റിൽ പ്രോണായത്? പിന്നെ പാകിസ്ഥാന് അത് താല്പര്യമില്ലാത്തതുകൊണ്ട് പാകിസ്ഥാൻ ഇപ്പോൾ മനസ്സിലായി. പിന്നെ ഒരു ചൈനീസ് കമാൻഡറുടെ നേതൃത്വത്തിലാണ് അവിടെ ഒരു കൺട്രോൾ റൂം ഓപ്പൺ ചെയ്തിരുന്നത്. അവിടെ കൂടെ ബോംബ് ചെയ്തു നമ്മൾ. അതാണ് ഇപ്പം ഓടി വൈറ്റ് ഹൗസിൽ ഓടി കയറിയിരിക്കുകയാണ് മുനീർ. ഇനി ചൈനീസ് വെപ്പൺ കൊണ്ട് കാര്യമില്ല. അപ്പോൾ ഇതെല്ലാം വെറും നമ്പറാണ്. നമ്മളത് അതിൽ ഭ്രമിച്ച് വശാണ്ട കാര്യമില്ല. ഈ ഷീ ജിൻപിങ് ഉള്ളിടത്തോളം കാലം ഇന്ത്യക്ക് ഉപദ്രവമേ ചെയ്യുമുള്ളൂ. അപ്പം വേറൊരു സംഗതി, വേറൊരു ആസ്പെക്റ്റ് നമ്മൾ ഈ ഇന്ത്യ ചൈന ബന്ധത്തിൽ കാണേണ്ടത്, ഈ പിന്നെ നമുക്ക് 2 പേരാണ് ഇപ്പം പ്രശ്നമായിട്ട് നിൽക്കുന്നത്, USA ആൻഡ് ചൈന. ചൈന ഈസ് അവർ എനിമി ബിക്കോസ് 1950 ഓൺവേഴ്സ് നമുക്ക് ഉപദ്രവം മാത്രമേ ചെയ്തിട്ടുള്ളൂ.
USA ഈസ് നോട്ട് അവർ എനിമി. കാര്യം എന്ന് പറഞ്ഞാൽ USA പബ്ലിക് എന്നും ഇന്ത്യയോട് അനുകൂലമാണ്. പിന്നെ നമ്മുടെ ഒരു 45 ലക്ഷം ഡയസ്പോര അവിടെയുണ്ട്, ഇന്ത്യൻ ഡയസ്പോര. അപ്പോൾ USA ഈസ് ആൻ അഡ്വൈസറി കൺട്രി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, വിത്ത് ദ എക്സെപ്ഷൻ ഓഫ് 1971-72 ഈ കിസ്സിഞ്ചറുടെയും നിക്സൻ്റെയും ഭരണകാലത്ത് നമ്മുടെ ഇന്ദിരാജിയെ അവമാനിക്കുകയും 7ാം കപ്പപ്പട 7th ഫ്ലീറ്റ് അയക്കുകയൊക്കെ ചെയ്ത ആ പീരീഡ് ഒഴിച്ച് ബാക്കി എല്ലാ പീരീഡും അമേരിക്ക നമുക്ക് വലിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ നമ്മുടെ മുറിയിൽ, ഇംഗ്ലീഷിൽ പറയും എലഫൻ്റ് ഇൻ ദ റൂം എന്ന്, നമ്മുടെ മുറിയിൽ ഈ ചൈന എന്ന് പറയുന്ന ആന കയറിയിരിക്കുകയാണ്. അപ്പോൾ ഈ ആനയെ എങ്ങനെ കൈകാര്യം ചെയ്യും? എൻ്റെ അഭിപ്രായത്തിൽ ഷീ ജിൻപിങ് 5 ഇരട്ടി ഡേഞ്ചറസ് ആണ് ട്രംപിനെക്കാളും. ട്രംപിനെ എങ്ങനെയെങ്കിലും പിടിക്കാം, പക്ഷേ അല്ലെങ്കിൽ നമ്മൾ 2028 വരെ ഇലക്ഷൻ വരെ വെയിറ്റ് ചെയ്താൽ മതി. ഒരിക്കലും ഈ ഷീ ജിൻപിങ്ങിനെ പോലെ ഒരാൾ ഒരിക്കലും USA നമുക്കെതിരായിട്ട് വരില്ല. ഞാനിപ്പം അമേരിക്കയുടെ ഫാനായതുകൊണ്ടോ ചൈനയുടെ എതിരാളിയായതുകൊണ്ടോ പറഞ്ഞതല്ല, ഞാൻ ഫാക്റ്റാണ് പറയുന്നത്. നമ്മൾ ചെക്ക് ചെയ്താൽ അത് മനസ്സിലാവും. അപ്പോൾ നമുക്ക് USA ഡീൽ ചെയ്യാം, ചൈനയെ ഡീൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഈ നേപ്പാൾ സംഭവത്തോടെ ചൈനയുടെ കയ്യിലിരിപ്പ് എന്താണെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഇഫ് വി ഗിവ് ചൈന ആൻ ഇഞ്ച്, ചൈന വിൽ ടേക്ക് എ മൈൽ അഗൻസ്റ്റ് USA. വന്ദേ മാതരം.